ഇൻട്രീം ഓർഡർ ഒരു നിമിഷം താങ്കൾ ഈ പറയുന്ന രൂപത്തിലാണ് കോടതിയുടെ വിധിയെങ്കിൽ എന്തേ തുറക്കാൻ കഴിയാത്തത്? അല്ല, പലതും തുറന്നിട്ടുണ്ട്, ചിലത് തുറക്കാത്തതുണ്ട്. ഇല്ല, ഈ ഉത്തരവ് വന്നതിന് ശേഷം വ്യാപകമായി നിങ്ങൾക്ക് തുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് ചിലയിടത്ത് DC-മാർ തുറന്നിട്ടുണ്ട്, ചിലയിടത്ത് തുറന്നിട്ടില്ല. പല കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ ചില സ്ഥലങ്ങളിൽ NH ഉള്ളിടത്ത് തന്നെ MC റോഡ്. ഒരു നിമിഷം ഈ വിധി വന്നിട്ടിപ്പോ എത്ര ദിവസമായി? അല്ല, ഇതിൽ പല കാരണങ്ങളുണ്ട്. ചില സ്ഥലത്ത് NH വരുന്നിടത്ത് MC റോഡും കയറി വരുന്നുണ്ട്. അങ്ങനെ പല കാരണങ്ങളുകൊണ്ടാണ്. അതൊന്നുമല്ല ഘടകം. ഞാൻ ഒരു ഉദാഹരണം പറയാം. അമ്പലപ്പുഴ NH വരുന്നിടത്ത് തന്നെ MC റോഡ്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച അങ്കമാലിയിൽ അവസാനിക്കുന്ന റോഡിനാണ് മെയിൻ സെൻട്രൽ റോഡ് അല്ലെങ്കിൽ MC റോഡ് എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ നാഷണൽ ഹൈവേ കയറി വരുന്നത്. അടുത്തൊരു ഹോട്ടലുണ്ട്, ഞങ്ങളുടെ സുഹൃത്തിന്റെ ഹോട്ടൽ. ആ ഹോട്ടലിൽ ഇരിക്കുന്ന ഒരു റോഡെന്ന് പറഞ്ഞാൽ MC റോഡാണ്. നോ, ഇവിടെ സുനിൽ പറയുന്ന MC റോഡ് സെൻട്രൽ റോഡാണ്. അത് തിരുവനന്തപുരത്ത് നിന്ന് അങ്കമാലിയിൽ ചെന്ന് നാഷണൽ ഹൈവേ ജോയിൻ ചെയ്യുന്ന റോഡാണ് മെയിൻ സെൻട്രൽ റോഡ്. അവിടെ ഇങ്ങനെ അമ്പലപ്പുഴ ഒരു കറക്ഷൻ ഉണ്ട്. MC റോഡല്ല, സ്റ്റേറ്റ് ഹൈവേ. ശരി, സ്റ്റേറ്റ് ഹൈവേ MC റോഡ് അങ്ങനെ പല കാരണങ്ങളും തുറക്കാത്തതുണ്ട്. സുനിലെ, ഇപ്പൊ ഈ കോടതി ഉത്തരവ് വന്നതിന് ശേഷവും ഇത് തുറക്കാൻ കഴിയാതിരിക്കുന്നത് താങ്കൾ ഈ പറയുന്ന പലതും തുറന്നിട്ടുണ്ട്. കേൾക്കൂ, നിങ്ങൾക്ക് ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ എന്തായാലും ഈ ഗവൺമെന്റ് പൂർത്തീകരിക്കാതിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ് ഇതിന്റെ ലൈസൻസ് തരേണ്ടത്, ശരിയാണല്ലോ, തുറക്കാനായിട്ടുള്ള അനുമതി തരേണ്ടത്. അദ്ദേഹത്തിന് സ്വമേധയെ അത് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടി. അപ്പോൾ നിയമോപദേശം തേടുമ്പോൾ AG പറയുന്നത് തുറന്നു കൊടുത്തോളാൻ തന്നെയാണ്. പക്ഷെ അപ്പോഴും ഈ കാര്യത്തിൽ അന്തിമമായ തീർപ്പ് കൽപ്പിക്കേണ്ടത് PWD തന്നെയാണ്. അവർ പറയുകയാണ് ഇത് ദേശീയപാത തന്നെയാണെന്ന്. അങ്ങനെയാണ് നിങ്ങൾക്കിതൊന്നും തുറക്കാൻ കഴിയാതിരിക്കുന്നത്. എന്ന് വെച്ചാൽ നാം പറഞ്ഞെത്തുന്നത് നിങ്ങൾ കോടതിയിൽ നിന്ന് അനുകൂലമായി നേടിയെന്ന് കരുതുന്നത് അനുകൂലമല്ല എന്ന വസ്തുതയാണ്. അല്ല, അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കോടതിയല്ല, കോടതി പറഞ്ഞത് ഇങ്ങനെ ദേശീയപാതയിലല്ല എങ്കിൽ ഇത് കൊടുക്കാം എന്നാണ്. അങ്ങനെയാണ് കോടതി, അല്ലാതെ ഒറ്റടിക്ക് കൊടുത്തോളൂ എന്നല്ല. തീർച്ചയായിട്ടും. രണ്ടാമത് കോടതി പറഞ്ഞത് അങ്ങനെ അനുവദിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന സുപ്രീം കോടതി വിധിയുടെ സത്ത ഉൾക്കൊണ്ട് വേണം അത് നിർവഹിക്കാനും. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ ഓർഡർ നിലവിലിരിക്കുന്നതിന് പല ഹോട്ടലുകളും തുറന്നിട്ടുണ്ട്. ശരിയാണ്, അതാ കൊച്ചി ഭാഗത്ത് പലയിടത്തും തുറന്നിട്ടുണ്ട്. അല്ലല്ല, അവിടെ ഈ സാഹചര്യമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ വ്യക്തമായും ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അല്ല, പല സ്ഥലങ്ങളിലും തുറന്നിട്ടുണ്ട്. അല്ലല്ല, നിങ്ങൾ ഈ പറയുന്ന ചേർത്തല, തിരുവനന്തപുരം, കുറ്റിപ്പുറം, വളപട്ടണം പാതകളിൽ ഈ അനുകൂലമായ വിധിക്ക് ശേഷം തുറന്ന ബാറുകളുടെ പേരുകളൊന്ന് പറയാം. കൃത്യമായി പറയാൻ കഴിയും. നിരവധി ബാറുകൾ തുറന്നു. ഒരെണ്ണമെങ്കിലും തുറന്നിട്ടുണ്ടോ? ഒരെണ്ണത്തിന്റെ പേര് പറഞ്ഞാലും മതി സുനിലെ. ശരി, ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് ഇവിടെ ആരാണ് കളിച്ചത്? ഇവിടെ കോടതിയെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് തോന്നൽ നിങ്ങൾക്ക് ഇല്ല. അങ്ങനെയെങ്കിൽ താമരശ്ശേരി ബിഷപ്പ് ഇന്ന് അങ്ങനെ പറയുമായിരുന്നില്ല. താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞത് അതിശക്തമായ വിമർശനമാണ്. തനിനിറം കാട്ടിയിരിക്കുന്നു നീതി തേടി ചെല്ലുന്ന സ്ഥലത്ത്. പണമുണ്ടെങ്കിൽ എന്തും ഉണ്ടാകാവുന്ന അവസ്ഥ. ദേശീയപാതയെന്ന് കോടതിക്ക് പറയാൻ ലജ്ജയില്ലേ? ഇങ്ങനെ കടുത്ത നിലപാട്, സർക്കാരിനേക്കാൾ ഈ കോടതിയെ സംശയത്തിലാഴ്ത്തുന്ന നിലപാട് എന്തുകൊണ്ട് മദ്യവിരുദ്ധ സമിതി KCBC എടുത്തു? വേണു, അത് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ സുധാകരൻ മന്ത്രിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത് പോകുന്നത് തന്നെ ശരിയല്ല എന്നുള്ളതാണ്. കോടതിയെ സംബന്ധിച്ച് പറഞ്ഞത് മറ്റൊരു വശമാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ സുധാകരൻ മിനിസ്റ്റർ പറഞ്ഞ സംഗതി ഒരു 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ശ്രീ സുനിൽ പറയുന്ന തുറന്നു എന്ന് പറയുന്ന പല ബാറുകളും തുറക്കില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിധി വന്ന ഉടനെ അങ്ങേക്ക് ഇത്ര നിഷ്കളങ്കമായി ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയും? ജി സുധാകരൻ ഇന്ന് പറയേണ്ടത് 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ ഇന്ന് ചെയ്യേണ്ട കാര്യം 2 ദിവസം മുമ്പ് ചെയ്തിരുന്നെങ്കിൽ എത്രയോ വിധികൾ നമുക്ക് അനുകൂലമാകുമായിരുന്നു. ഞാൻ പറയുകയാണ്. അനുകൂലമാകുക. അതിനും 2 ദിവസം മുമ്പ് ഇപ്പൊ നമ്മുടെ പഴയ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഈ ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കോടതിയിലെ അഫിഡാവിറ്റ് കൊടുത്തിരുന്നെങ്കിൽ അവിടെ പ്രശ്നം തീരുമായിരുന്നു. ഇവിടെ ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് ഇതിപ്പോ ഈ കഴിഞ്ഞ ദിവസം വന്ന കോടതി വിധി മാത്രമല്ല. ഒരു നിമിഷം ഫാദർ, ഈ കൊച്ചിയിൽ തന്നെ ഇപ്പൊ നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ജില്ലയായ കൊച്ചിയിൽ തന്നെ
ആ മെട്രോയുടെ വഴിയുടെ ആ ഭാഗത്തൊക്കെ ഇതുപോലെ തന്നെ ചില ബാർ ഉടമകൾ കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി നേടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ ഘട്ടം ഘട്ടമായി നടന്നു വരികയായിരുന്നു കോടതിയിൽ. അപ്പോൾ ഇന്ന് മാത്രം ഒരു വീണ്ടും വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജി സുധാകരൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതരുത്, ഒത്തുകളിച്ചു. കോടതിയുടെ ഉത്തരവാദിത്തമായി കോടതിയുടെ തലയിൽ ഇത് കയറ്റിവെക്കാൻ നോക്കുകയാണ്. ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്ന വിരുദ്ധൻ. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അതായത് ഗവൺമെന്റിന്റെ ഒരു കൂട്ടായ, അതായത് മദ്യനയം വരുവാണ് വേണു, മദ്യനയം വരുവാണ്. അതിന് തൊട്ടു മുൻപുള്ള ചില കാലെടുത്ത് വയ്പ്പുകൾ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്ക ഉളവാക്കുന്നതാണ് എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. ഈ ശ്രീ ഉണ്ണിത്താൻ ഇവിടെ പറഞ്ഞതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് അങ്ങനെ ഒരു വിധി വന്നത് സന്തോഷമായി എന്ന് ധരിക്കുകയാണോ എന്ന് ചിന്തിക്കത്തക്ക തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ കണ്ണൂർ മുതൽ റോഡ് ഇതിപ്പോ എനിക്ക് പറയാനുള്ളത്, ഫാദറിനെ പോലുള്ളവർ ഇവിടെ വന്ന് ബിഷപ്പുമാരും ഫാദറിനെ പോലുള്ളവർ ഇതുപോലെ പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിയമം കർക്കശമായി നടപ്പിലാക്കിയാൽ ഇപ്പോൾ കേരളത്തിൽ 25ഓളം ബിഷപ്പ് ഹൗസുകളിൽ വൈൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. MC റോഡുകളിലും NH റോഡുകളിലാണ് ബിഷപ്പ് ഹൗസുകൾ കൂടുതലും. ഇതെല്ലാം നിർത്തലാക്കപ്പെടേണ്ടത്. 1 ലക്ഷം ലിറ്റർ വൈൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ലൈസൻസ് അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതാ എൻ്റെ മുമ്പിൽ ഒരു കോപ്പി ഇരിപ്പുണ്ട്. 250 ലിറ്റർ വൈൻ ഉൽപ്പാദനത്തിൽ നിന്ന് 2500 ഉയർത്തി കൊടുക്കണമെന്ന് ഈ വർഷം കൊടുത്ത അപേക്ഷയാണ്. 250 നിന്ന് 2500 1 ലക്ഷം ലിറ്ററാണ് ഒരു 25 സ്ഥലങ്ങളിലേക്കായിട്ട് അവർ പെർമിഷൻ ഉണ്ടാക്കുന്ന ഒരു ബിഷപ്പ് ഹൗസുകളിൽ. ഈ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും വിൽക്കുന്ന സ്ഥലങ്ങളും ഇതിൻ്റെ ഭാഗമായി നിരോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ നിരോധിക്കപ്പെട്ടാൽ കേരളത്തിലെ ഒരൊറ്റ ബിഷപ്പ് ഹൗസുകളിലും ഈ 500 മീറ്റർ പരിധി കൃത്യമായി ഗവൺമെൻറ് നടപടി സ്വീകരിച്ചാൽ ബഹുഭൂരിപക്ഷം ബിഷപ്പ് ഹൗസുകളിലും ഇത് ഉൽപ്പാദിപ്പിക്കാനും വിൽക്കാനും കഴിയില്ല. അതെല്ലാം മൂടി വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഇവർ ഏർപ്പെടുന്നത്. ശരി ഫാദർ, അതിനോടുള്ള മറുപടിയായി താങ്കൾക്ക് തുടരാം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ സുനിൽ കുമാർ എന്ന് പറയുന്ന ബഹുമാന്യനായ വ്യക്തി പറയുന്നത് ഉടനെ തന്നെ മറ്റൊരു വശത്തേക്ക് കടന്നു പോവുകയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കണം എന്ന് പറയുന്നത്? മദ്യം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കാര്യമല്ല ഞങ്ങൾ പറയുക. കേരളത്തിന്റെ ഒരു സാമൂഹ്യ തിന്മയാണ് എങ്ങനെയാണ് മദ്യനിരോധനം നടപ്പിലാക്കുന്നത്? ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന സൂസഭാഗ്യം ബിഷപ്പിനെ പോലുള്ളവരാണ് 250 നിന്ന് 2500 ഈ വർഷം എഴുതി കൊടുത്തിരിക്കുന്നത്. അപേക്ഷയാണ് ഈ ഇരിക്കുന്നത്. ശരി ഫാദർ പറഞ്ഞോളൂ. ഒരു ഭാഗത്ത് മദ്യനിരോധനം എന്ന് പറയും, ഒരു ഭാഗത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതി വാങ്ങിക്കാനും നടക്കും. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം അവതരിപ്പിക്കുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യരായ മറ്റെല്ലാവർക്കും വേണുവിനും വ്യക്തമാണ്. ഇത് ഒരു സാമൂഹ്യ തിന്മയാണ്, സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു തിന്മയായതുകൊണ്ട് ആ തിന്മയ്ക്കെതിരെ തീർച്ചയായിട്ടും ഞങ്ങൾ എതിർക്കുന്നു. ആ തിന്മയെ ഞങ്ങൾ എതിർക്കുന്നു. ഒരു രോഗമായിട്ട് വരുന്ന സ്ഥിതിക്ക് ഇവിടെ മദ്യത്തിന്റെ ഉപഭോഗം കഴിയുന്നതും കുറയ്ക്കണം. കൊണ്ടുപോയി വിൽക്കാനാണോ അല്ലെന്നോ ഇവിടെ ഇരിക്കുന്ന ഭാഗമായിട്ടുണ്ടാക്കുന്ന ഫാദർ ബിയറിന് ഉള്ളതിനേക്കാൾ എത്ര അധികം വീര്യമാണ് ഫാദർ വൈനിനുള്ളത് എന്ന് മാത്രമല്ല കള്ളിനേക്കാൾ എത്രയോ വീര്യമാണ് അതിനുള്ളത്. അപ്പോൾ 250 ലിറ്ററിൽ നിന്ന് 2500 ലിറ്ററായി. അതിനെപ്പറ്റിയൊക്കെ എന്തുമാത്രം തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് വേണു. അല്ല ഇപ്പോഴും ഉപയോഗിക്കുന്നത് വ്യത്യാസം വരുത്തേണ്ട കാര്യം ഈ 5 തുള്ളി വീഞ്ഞ് ഉപയോഗിക്കുന്നത് മാർക്കറ്റിൽ മരുന്നിനകത്തില്ല ഈ സാധനം. 1 ലക്ഷത്തിന്റെ മറവിൽ എത്ര ലക്ഷം വേണം ഉണ്ടാക്കാം? പിന്നെ മാറുകാരെന്ന് പറയുന്നത് വേറെ ഞങ്ങൾ ഉണ്ടാക്കുന്ന സാധനം അല്ല വെക്കുന്നത്. ഗവൺമെൻറ് ഉൽപ്പാദിപ്പിച്ച് ഗവൺമെൻറ് ബിവറേജ് ഔട്ട്ലെറ്റ് വഴി ഞങ്ങൾക്ക് തരുന്ന സാധനം ഞങ്ങൾ മറച്ചു വിറ്റ് അതിൽ നിന്നൊരു ചെറിയ മാർജിൻ എടുക്കുന്നവരാണ് ഇവിടുത്തെ ബാറുകാർ.
ഇവരിത് പറയുന്നത് ഇവർ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. 1 ലക്ഷത്തിൻ്റെ പെർമിറ്റിൻ്റെ മറവിൽ 5ഉം 10ഉം ലക്ഷം ഉണ്ടാക്കിയാൽ ആരും ചോദിക്കാനില്ല ഈ രാജ്യത്ത്. ശരി, ഒരു നിമിഷം ഫാദർ, ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ വരദരാജൻ ഇടപെട്ടു. ശ്രീ വരദരാജൻ. അല്ല, ഈ മദ്യവർജനം അല്ലെങ്കിൽ മദ്യ ഉപഭോഗം കുറയ്ക്കുക എന്നുള്ളതാണ് അവരാഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും അവർ ചെയ്യേണ്ട ഒരു കാര്യം പ്രക്ഷോഭവും സമരവും നടത്തുന്നതിനേക്കാൾ പ്രധാനം തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കിടയിൽ ശക്തമായ ക്യാമ്പയിൻ നടത്തി മദ്യവർജനത്തിന് ആവശ്യമായ തീരുമാനമെടുക്കുക എന്നുള്ളത്. നിരോധിച്ചുകൊണ്ട് മദ്യത്തെ ഒഴിവാക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലവിലിരിക്കുന്ന മദ്യ സംവിധാനത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണ്. ആ നയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മദ്യനയം ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഫാദർ ജിമ്മി പൂച്ചക്കാട്ട്, താങ്കൾ പറയുകയുണ്ടായി നാം ഇത് നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്ന്. ശരിയാണ്, ഇതൊരു ലഹരി വസ്തു എന്ന നിലയിലല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റിയും വളരെ പരിമിതമാണ്. അത് ആചാരപരമായ കാര്യങ്ങളുടെ ഭാഗവുമാണ് എന്ന് പറയുന്നു. ശരി, അത് അംഗീകരിക്കുന്നു. ആദ്യം താങ്കൾ തുടർന്നു വന്ന മറുപടി താങ്കൾക്ക് തുടരാം. ഈ സർക്കാർ എന്തുകൊണ്ട് ഈ വിധിയിൽ സന്തോഷിക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞു വന്നത്. താങ്കൾക്ക് തുടരാം. അതായത് കഴിഞ്ഞ ദിവസം വന്ന ഒരു പ്രഖ്യാപനം വേണു, VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു മദ്യനയമായിരിക്കും വരുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ഒരു ഭാഗത്തുനിന്ന് വന്നിരുന്നു. വീണ്ടും ഈ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനൊക്കെ ഈ അരൂർ എന്ന് പോകുന്ന നാഷണൽ ഹൈവേയുടെ തീരത്ത് ജീവിച്ചിരുന്നവരും നാഷണൽ ഹൈവേയുടെ ആണ് എന്ന് തീർത്തും അവകാശപ്പെട്ടിരുന്നവരുമൊക്കെയാണ്. ഇപ്പോൾ പറയുന്നത് നാഷണൽ ഹൈവേ അല്ല എന്ന്. അങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ DGPയുടെ സെൻകുമാറിന് എതിരായിട്ട് അനുകൂലമായിട്ടൊരു വിധി വന്നപ്പോൾ ഗവൺമെൻറ്റിന് പെട്ടെന്ന് സംശയം ഉണ്ടായല്ലോ. ഉടനെ തന്നെ അതിനൊരു റിവിഷൻ ഹർജിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഹർജിയോ സമർപ്പിച്ചല്ലോ. എന്തുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു സംഗതി വന്നപ്പോൾ എന്തുകൊണ്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ പോയില്ല? എന്തുകൊണ്ട് കൃത്യമായ സമയത്ത് ഈ മന്ത്രി ഇതിൻ്റെ വിശദീകരണം കൊടുത്തില്ല? ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങളിതിനെ അടച്ചാക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയോ ഒന്നുമല്ല. പക്ഷെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്പം ആശങ്കയോടെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ K വരദരാജൻ, താങ്കൾ സ്വയം തീരുമാനിച്ച് തോൽക്കുകയായിരുന്നു ആദ്യ റൗണ്ടിൽ. അതിൽ താങ്കൾക്ക് താങ്കളുടേതായ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശം താങ്കൾ പൂർത്തീകരിച്ചതിൽ താങ്കൾക്കകമേ ആനന്ദിക്കുകയും ചെയ്യാം. അത് ഞാൻ താങ്കളുടെ നിലപാടിന് വിടുകയാണ്. പക്ഷേ ഇനിയുള്ള കാര്യമോ? ഇപ്പോൾ ഇങ്ങനെ പറയുന്നു നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി, ഇത് ഡീനോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന്. മറിച്ചൊരു വിധി നമ്മുടെ മുന്നിലിരിക്കുകയുമാണ്. അവിടെയാണ് ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് പറയുന്ന ഈ സർക്കാരിൻ്റെ അടുത്ത കർത്തവ്യം അപ്പീൽ പോകണം. എന്തേ KCBCക്ക് പോകേണ്ട സാഹചര്യം വരുന്നു? KCBC ആണോ കേരളത്തിൻ്റെ സർക്കാർ? KCBCക്കാണോ കേരളത്തിൻ്റെ ഉത്കണ്ഠ? KCBCക്കാണോ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട ബാധ്യതയുള്ളത്? ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന്, ഈ ബാധ്യതയിൽ നിന്ന്, ഈ ചുമതലാബോധത്തിൽ നിന്ന്, ഈ ഭരണഘടനാപരമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് എന്തുകൊണ്ട് വിട്ടുനിൽക്കുന്നു ഈ സർക്കാർ? അങ്ങ് ഈ റൗണ്ടിലും തോക്കാനാണ് നിൽക്കുന്നതെങ്കിൽ അത് അങ്ങയുടെ ഇഷ്ടം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇവിടെ ദേശീയപാതയുടെ സംരക്ഷണവും വികസനവുമാണോ ഇവിടെ ചർച്ച ചെയ്യുന്നത്, അതോ ദേശീയപാതയെ സംബന്ധിച്ച് വന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ ബാറുകൾ ആരംഭിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത്? ഇത് രണ്ടും അറിയണം. ദേശീയപാതയുടെ സംരക്ഷണവും വികസനവും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റാർക്കുമില്ലാത്ത ഇത്തരം സാങ്കേതികമായ സംശയങ്ങൾ ശ്രീ വരദരാജൻ ഉണ്ടാകും. ഈ ചർച്ചയിൽ ഉടനീളം അത് ഉണ്ടാകും എന്ന് തന്നെയാണ് താങ്കളുടെ വാക്കുകൾ നൽകുന്ന സൂചന. സാർ, എന്തേ സാർ അപ്പീൽ പോകാത്തത്? അതിനുള്ളൊരു മറുപടി. അതെ, അപ്പീൽ പോകേണ്ട പ്രശ്നമുണ്ട് എന്ന് പരിശോധിച്ച് അപ്പീൽ പോകേണ്ടതാണെങ്കിൽ പോകും. അല്ല, ഇവിടെ എവിടെയാണ് അപ്പീൽ പോകേണ്ടാത്ത സാഹചര്യം? കാണിച്ചതുപോലെ അപ്പീൽ പോകേണ്ടാത്ത സാഹചര്യം എവിടെയാണ്? മന്ത്രി പറയുകയാണ് ഡീനോട്ടിഫൈ ചെയ്തിട്ടില്ല എന്ന്. മിസ്റ്റർ വേണു, ഇതിലൊരു കാര്യമുണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. 2 ദിവസം മുമ്പ് മാതൃഭൂമി ദിനപത്രം കേരളത്തിലെ ദേശീയപാതയെ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കൊടുത്തത് ഞാനും വായിച്ചതാണ്. ആ റിപ്പോർട്ടിൽ ഈ പറയുന്ന പാതകളൊന്നും അതിനകത്ത് കണ്ടില്ല. 2 ദിവസത്തെയും കണ്ടില്ല. 2 ദിവസത്തെ റിപ്പോർട്ടുകളുണ്ട് കണ്ണൂരിൽ നിന്ന് K ബാലകൃഷ്ണൻ. ആദ്യം ദേശീയപാത എവിടെ? അവിടെയും നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുകയല്ല, അന്വേഷണമായിരുന്നു. രണ്ടാമത്തെ ദിവസം അത് ഇവിടെ. ആദ്യത്തെ ദിവസം അങ്ങനെ ചെയ്യുന്നത് ഒരു ജേർണലിസ്റ്റിന്റെ ബുദ്ധിയാണ്. രണ്ടാമത്തെ ദിവസം അതുകൊണ്ടാണ് അതിനേക്കാൾ കനത്ത പ്രകരം നൽകാൻ കഴിഞ്ഞത്.
അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേശീയപാതയെ സംരക്ഷിക്കുക, ദേശീയപാത വീണ്ടെടുക്കുക എന്നതാണ് നമ്മുടെ ഈ ചർച്ചയുടെ ശ്രീ വരദരാജൻ മാതൃഭൂമി അല്ലെങ്കിൽ